പാലാരിവട്ടം ശശി പ്രവാസി മലയാളി അസോസിയേഷന്റെ കുടുംബ സംഗമ സമാപന സമ്മേളനത്തിന്റെ അവസാനമാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈശ്വര പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. അതിനായി ശശി പ്രവാസി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീമതി ശശികലയെ ശശി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോറി, ഹീലുള്ള ചെരുപ്പിട്ടതുകൊണ്ട് പറ്റിപ്പോയതാ. ഹീലല്ലേ, കുഴപ്പമില്ല. വീലല്ലോ. ശശിയുടെ കാര്യം വെറുതെ ഇത് എന്റെ ബെഡ്റൂം അല്ല. കണ്ടല്ലേ ശശികലയുടെ തുടക്കം ഗംഭീരമായിരിക്കുന്നു. ശശികലയെ കുറിച്ച് ഞാനിഞ്ഞു പറയുന്നത് ഒരു അധികപ്പറ്റാണ്. ശശികല ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഏത് പാതിരാത്രിക്ക് നമ്മൾ എന്ന് വിളിച്ചാലും യാതൊരു മടിയും കൂടാതെ നമ്മളോടൊപ്പം ഇറങ്ങി വരികയും നന്നായി സഹകരിക്കുകയും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ശശികല ഈ മലയാളികൾക്കെന്നല്ല, ലോക മലയാളികൾക്ക് വരെ ഒരു അഭിമാനമാണ്. അങ്ങനെയുള്ള ശശികലയെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഈ ശശി കുറച്ചും കൂടി അടുത്തേക്ക് ക്ഷണിക്കുന്നു. ടെൻഷനില്ലല്ലോ. എനിക്കങ്ങ് ഒരു ടെൻഷനും ഇല്ല. അല്ല, ഓഡിയൻസിനെ കണ്ടിട്ട്, ആൾക്കൂട്ടം കണ്ടിട്ട് പേടിയുണ്ടോ? ഇതിലും വലിയ ആൾക്കൂട്ടമൊക്കെ എന്നെ ആക്രമിച്ചിട്ടുള്ളതാ. അല്ല, ഇതിലും വലിയ ആൾക്കൂട്ടത്തെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. ഫേസ് ചെയ്താണെന്ന് മനസ്സിലായി. കൂടുതൽ തുടക്കണ്ട, പെയിന്റ് പോവും. പാടുപെട്, പാടിക്കൊടു. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. എന്താ ശബ്ദം? സീറ്റോയ്. ഇഹ പരസുകൃതം. വേറെ പാട്ട് കയറി വന്നു. എന്റെ ദൈവമേ, അപ്പൊ ഈ സീറ്റോയ്സ് ഈ മൊബൈലിലായിരുന്ന എന്ത് ശശിയേട്ട പ്ലീസ്. ഈശ്വര പ്രാർത്ഥന വരെ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ വന്ന നിന്നോട് ഈശ്വരൻ പോലും പൊറുക്കും. ആളുകൾ കാണുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹകരിക്കൂലേ? എന്റെ സൗണ്ട് ശരിയാത്തോണ്ട് ഞാൻ ചെയ്തു പോയതാ. ഇതിപ്പോ നാറിയത് ഞാനല്ലേ? ഒച്ച ഉണ്ടാക്കൽ ആളുകൾ അറിഞ്ഞാൽ മോശമാണ്. പിന്നെയും ഒരു മിനിറ്റ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് വിളിക്കരുതെന്ന്. ഇന്നലെ കിട്ടിയത് നിനക്ക് പോരാലടാ. നീ ഒറ്റ ഒരുത്തം കാരണോ ഞാൻ ഇത്ര ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് നാറിയത്. ഞാൻ എന്ത് ചെയ്തു? തന്നോടല്ലടോ, ഇടിച്ച് കാട്ടിയങ്ങൾക്ക് ഞാൻ. ഹസ്ബൻഡാ. ഞാനൊന്ന് ഫ്ലാറ്റ് വരെ പോയിട്ട് വരാവേ. ഹസ്ബൻഡ് ചൂടിലായിരിക്കും അല്ലേ? അല്ലല്ല, എന്റെ ചൂടാറുന്നതിന് മുമ്പ് ആ നാറിക്കിട്ട് കൊടുക്കണം. അവന്റെ പെണ്ടകൻ ഞാൻ ഇടിച്ചു പൊളിക്കും. നോക്കിക്കോ. ശശിയിലെ പേണ്ട ഒന്ന് പേടിപ്പിച്ചാ മതി. പ്രിയമുള്ളവരെ, പാലാരിവട്ടം ശശി അസോസിയേഷൻ എല്ലാ വർഷവും ധീരതയ്ക്കുള്ള ഒരു അവാർഡ് നാട്ടിലുള്ളവർക്ക് കൊടുക്കാറുണ്ട്. ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു വനിതയ്ക്കാണ്. ആരാണ് ആ വനിത? തങ്കപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായ തങ്കമ്മ. എന്തിനാണ് തങ്കമ്മയ്ക്ക് ഈ അവാർഡ് കൊടുക്കണമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം ഇതാണ്. സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കവേ കാൽവഴുതി വെള്ളത്തിൽ വീണ കോമളൻ എന്ന ചെറുപ്പക്കാരനെ നീന്തി വന്ന് രക്ഷപ്പെടുത്തി ഈ തങ്കമ്മ. മാത്രമല്ല, രക്ഷപ്പെട്ടതിനു ശേഷം കരയിൽ വെച്ച് തങ്കമ്മയെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനെ ഒരൊറ്റ ചവിട്ടിന് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് സ്വയം മാനം രക്ഷിച്ച ആ തങ്കമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. വരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചലിനൊതുക്കം കിട്ടൊടി തങ്കമ്മേ. ഒരു താളം കൊടുക്കടോ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണോടി തങ്കമ്മേ. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പാടി നടക്കണാടാ. തങ്കമ്മ കുടുംബത്തില. അവള് പിറന്നത് കുടുംബത്തിലായിരിക്കാം, പക്ഷെ വളർന്നത് മുഴുവൻ തെരുവില. ചുരുക്കി പറഞ്ഞാൽ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. എടാ, നീ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവർ മരപ്പാവകളാണെന്നാ? ശശിയുടെ സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ വെള്ളടിച്ചിട്ടുണ്ട്, അതൊക്കെ. പക്ഷെ പെണ്ണുങ്ങൾ മരപ്പാവകളാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശശിയേട്ടന് എത്ര മക്കളുണ്ട്? എനിക്ക് 5 പേരുണ്ട്. അവറ്റകളെ പ്രസവിച്ചത് മരപ്പാവേ? എടാ മലമ്പാമ്പേ, എടാ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് എന്താണ് ഒരു കുറവുള്ളത്? ഒരു കുറവില്ലേ? എടാ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 കുറവല്ലേ ഉള്ളൂ. ഒന്ന് താടിയുടെയും മറ്റൊന്ന് മീശയുടെയും. മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി. സ്ത്രീകൾക്ക് 50% സംഭരണമുള്ള കാലമാണിത്. അതുകൊണ്ട് തടി കേടാകണമെന്നുണ്ടെങ്കിൽ വേഗം പോയിക്കോ. മാന്യന്മാര് വരുന്ന വേദിയാണിത്. ഇവിടെ പരമാന്യൻ. എന്താടാ, എന്നെ കണ്ടിട്ട് മാന്യനായിട്ട് തോന്നുന്നില്ലേ? ആര്? എന്ത് ശശിയേട്ടനാ? അയ്യോടാ പൊന്നെ, വേഗം പോയോ, എല്ലാരും പോയോ, പെട്ടെന്ന് കൈ കൊടുത്ത് പോയിക്കോ. ഇനി കിട്ടില്ല മാന്യനെ. എന്താടാ നിനക്കൊരു പുണ്യം? അയ്യോ, ശശിയേട്ടനെ പോലുള്ളവരൊക്കെ പുച്ഛിച്ചാൽ എനിക്ക് ദൈവശാപം കിട്ടില്ലേ? ഇപ്പൊ 10 കൊല്ലായിട്ട് പ്രസിഡന്റ് ശശിയേട്ടൻ തന്നെയല്ലേ ഇവിടെ? പിന്നെ പണ്ട് നാട്ടിലൊരു ശശി ഉണ്ടായിരുന്നു, ഒരു പാവപ്പെട്ടവൻ. നമ്മുടെ തൃശ്ശൂര് തൃപ്രയാറ്. ആ ശശിയേട്ടന്റെ വീടിന്റെ അടുത്ത് ഒരു ശാന്ത ഉണ്ടായിരുന്നു. നീ എങ്ങോട്ടായി പോണത്? തീർക്കട്ടെ.
ആ ശാന്തയുടെ വീട്ടിലേക്ക് രാത്രി 12 മണിയാകുമ്പോ തലയിൽ തോർത്തിട്ട് പോണത് ആരാ? ആരാ? ഈ മാന്യൻ. ഞാനാ? എടാ തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ല, അതുപോലെ മിന്നാമിനിങ്ങുമായിരിക്കും. പിന്നെ രാത്രി 12 മണിക്ക് തലയിൽ തോർത്തും കെട്ടി വീടും കത്തിച്ച് ശാന്തയുടെ വീട്ടിലേക്ക് പോലല്ലേ ഞാൻ വിളിങ്ങിന്റെ പണി. എടാ നീ വേറെ ആരെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു, പവൻ ശാന്തനെ കുറിച്ച് പറയാതടാ. അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റായി നിന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം രാവും പകലും കഷ്ടപ്പെട്ട ശാലീന പെൺകുടിയാണ് ശാന്ത. ഹോ, രോമൊക്കെ മുരിങ്ങാക്കോലി പോലെ എണിച്ചിരിക്കണത്. കിടക്കവിടെ. അല്ല ശശിയേട്ടാ, ഈ ശാന്ത സ്ത്രീകൾക്ക് വേണ്ടി ഇതിനു മാത്രം അഹോരാത്രം കഷ്ടപ്പെടാൻ ഇവിടെ എന്ത് കുണ്ട സ്ത്രീകൾക്ക് സംഭവിച്ചത്? സ്ത്രീപീഡനം, നാത്തൂൻ പോരി, അമ്മായിയമ്മ പോരി, എന്തിനധികം പറയണ്? ഇവിടെ എത്രയെത്ര സ്ത്രീകൾ സ്റ്റൗ പൊട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചിട്ടുണ്ടോ? അയാളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആനപ്പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അയാളൊരു തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായിട്ട് വന്നിരിക്കുന്നു. ഇനി നീ ഇവിടെ നിന്നാ നീ നാറും ഞാനും നാറും. അതുകൊണ്ട് നീ മാറി, ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് വിളിക്കും. അല്ലെങ്കിൽ ഞാനിവിടെ പെറ്റിയെടുക്കാൻ വന്നല്ല, ഈ അറിയിപ്പ് തരാൻ വന്നാ. നീ വന്നേ, നിങ്ങൾ മാറിയേക്ക്. ഒരറിയിപ്പ്. കൃതജ്ഞത പറയേണ്ട രമണി എത്രയും വേഗം സ്റ്റേജിന് പുറകിൽ വരിക. അയ്യോ, അതിനല്ല, നിന്നോട് ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത്. ഇറങ്ങി പോവാനാ? അപ്പൊ ഞാൻ ഈ അസോസിയേഷന്റെ ആരാ? നീ ആരാ? നീ ആഘോഷ കമ്മിറ്റി കൺവീനർ. ആഹാ, അതറിയാല്ലേ. ഞാൻ മങ്കമാർക്കും മങ്കനൊക്കെ വേണ്ടിട്ട് എടുത്ത സെറ്റ് മുണ്ടിന്റെ സാരിയുടെ ജുബയുടെ വാടകയുടെ കാശിന് എടുക്കണോ മനുഷ്യ? സ്പോൺസർമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവർ എപ്പ തരുന്നു അപ്പൊ ഞാൻ നിനക്ക് തരും. അത് എപ്പ തരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ നീ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ല? ഇല്ല. അപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. അപ്പൊ ഞാൻ ശാന്തനെ വിളിക്കും. എടാ ശാന്തൻ ഇതിന്റെ ഇടയിൽ വിളിച്ചിരുന്ന എന്തിനാണ്? എനിക്കും പിടിച്ചു നിൽക്കണ്ടേ? പ്രിയമുള്ളവരെ, ശശി പാലാരിവട്ടം പ്രവാസി അസോസിയേഷന്റെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ വേദിയിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ്. തത്വചിന്തകൻ, നിരൂപകൻ, സാഹിത്യകാരൻ, സർവോപരി എല്ലാമെല്ലാമാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന കുണ്ടറ കുഞ്ഞപ്പനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്താ ഇവിടെ പരിപാടി? പാലാരിവട്ടം ശശി പ്രവാസി അസോസിയേഷന്റെ ആരേതിന്റെ പ്രസിഡന്റ്? ഞാൻ ശശി. എത്രാമത്തെ വാർഷികം കൊടുത്ത്? ഇതും കൂട്ടിയാകുമ്പോ നമ്മുടെ എല്ലാരും അങ്ങോട്ട് പറഞ്ഞൂടെ, പിന്നെ എന്തിനീ ചോദിക്കണത്? അതായത് എനിക്കറിയാമെന്നുള്ളത് നിങ്ങൾക്കറിയോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അയ്യോടാ പാവം, ഞങ്ങൾക്കറിയാ സാറേ. സ്വാമി കാഷായ താടി. ഓ, കഞ്ചാവിന്റെ കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. അവന്റെ വിവരമില്ലായ്മ ഉണ്ടാ, സാറിന്റെ അറിവില്ലായ്മ ഉണ്ടാ, അങ്ങ് ക്ഷമിച്ചുകളാം. പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ ഇന്ത്യ? വിന്ധ്യ, ഹിമാചൽ, യമുന, ഗംഗ, ഉജ്ജല ചലിത്ര ഗംഗ എന്ന് പാടിയ സുഭാഷ് ചന്ദ്ര ബാറ്റൻ ബോസിന്റെ ഇന്ത്യ. ആ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ ഇവരെ പോലെ തലക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. അല്ലെ എനിക്കറിയാൻ പാടിട്ട് ചോദിക്കുക. കുറെ നേരമായിട്ട് നിങ്ങളിടന്ന് വേഷം കിട്ടിയെടുക്കുക. നിങ്ങൾ ആരാ? പിന്നെ ഞാൻ ശശി. അയ്യോ, ഞാൻ തന്നെയല്ല ഉദ്ദേശിച്ചത്. ഈ നിൽക്കുന്ന അലവലാതിയതാണ്. അപ്പൊ ഞാൻ കൺവീനർ നിന്റെ കണ്ണടിക്കാൻ പൊട്ടിക്കും ഞാൻ. ഇറങ്ങി പോരാ ഇവിടുന്ന്. ആ, അല്ല, എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഞാൻ നാട്ടിൽ നിന്നും ഈ ചടങ്ങിൽ ഇവിടെ എത്തിയത്. നിങ്ങൾ ഇവിടെ കിടന്ന് വേഷം കിട്ടി വെള്ളമടിച്ച് കൂത്താടുന്ന ഈ കാശുണ്ടെങ്കിൽ അവിടെ നാട്ടിൽ അയച്ചു കൊടുത്താൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചൂടെ? സാർ അത് പറഞ്ഞത് സ്വാമി സങ്കടം. ഈ മനുഷ്യൻ ഇവിടെ ഈ രംഗത്ത് വന്നതിന് ശേഷം ഇന്നേ വരെ ഫണ്ട് എന്താന്നുള്ളത് ഈ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല. അറിയോ? കഴിഞ്ഞ വർഷം ഇയാൾ വാക്ക് തന്നാണ് എല്ലാ മങ്കമാർക്കും മങ്കികൾക്കും പെണ്ണുങ്ങളി അവർക്ക് ജുബേമുണ്ടും ആണുങ്ങൾക്ക് കസവ് സാരിയും മാറിപ്പോയി തിരിച്ചിട്ടോ. ഇതെല്ലാം അസോസിയേഷൻ തന്നെ ഫ്രീ ആയി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം വാടകയ്ക്ക് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അറിയോ? ഈ ഫണ്ടൊക്കെ എവിടെ പോയി? അതിന് താനൊന്നും മറുപടി പറഞ്ഞേ പറ്റൂടാ പ്രസിഡന്റ്. മിണ്ടാതിരിക്കണം. ഞാൻ മിണ്ടൂടാ കരിങ്കാലി. നിങ്ങൾ കിടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ സാറിന് സത്യം മനസ്സിലാക്കണം. ഈ കാലമാട വാങ്ങിത്തരാന്ന് പറഞ്ഞ മുണ്ടും പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ഈ പൂട്ടുതൂടി ഇല്ലാണ്ടാണ് വേദി നിൽക്കുന്നത്. അറിയോ? ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഗാന്ധിജിയുടെ പാത പിന്തുടരേണ്ടത്. ഏത് പാത? നിങ്ങൾക്കറിയാമോ? പാവം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം തേടിത്തന്ന നമ്മുടെ ഗാന്ധിജി ഒറ്റ മുണ്ടുടുത്തുകൊണ്ട് ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ടത്. അറിയോ? അറിയാ. പക്ഷെ ആ മഹാൻ ഉടുക്കാൻ ഒരു ഒറ്റമുണ്ടെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ഉടുത്തേക്കുന്നത് മുണ്ടല്ലേ? ഇതെന്റെ ഭാര്യയുടെ അടിപ്പാവാടയുടെ നായിന്റെ മക്കളെ.